വൈക്കം തലയോലപ്പറമ്പിൽ കാറും ലോറിയും കൂട്ടിയിടിച്ച അപകടം ഒഴിവായത് വൻ ദുരന്തം. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 12:30 കടുത്തുരുത്തി തലയോലപ്പറമ്പ് റോഡിൽ ഇല്ലിത്തൊണ്ടിന് സമീപമുള്ള പെട്രോൾ പമ്പിന് മുൻവശത്താണ് അപകടമുണ്ടായത്. നിയന്ത്രണം വിട്ട നാഷണൽ പെർമിറ്റ് ലോറി പെട്രോൾ പമ്പിൽ നിന്നും ഇന്ധനമടിച്ച ശേഷം ഇറങ്ങുകയായിരുന്ന കാറും പമ്പിൻ്റെ മോണോലിഫ്റ്റും ഡിവൈഡറും ഇടിച്ചു തകർത്തു. ലോറി പമ്പിനുള്ളിലേക്ക് പാഞ്ഞു കയറാതെ ഡിവൈഡറിൽ ഇടിച്ചു നിന്നതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത്. കോട്ടയത്തു നിന്നും മഹാരാഷ്ട്രയിലെ പൂനെയിലേക്ക് പാക്കിംഗ് കേസിനായുള്ള തടിയുമായി പോവുകയായിരുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. പെട്രോൾ പമ്പിൽ നിന്നും ഡീസൽ അടിച്ചതിന് ശേഷം പാലയിലേക്ക് പോകുന്നതിനായി റോഡിലേക്ക് ഇറങ്ങുകയായിരുന്നു വൈക്കം സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന കാർ. ഈ കാറിൻ്റെ മുൻവശം ഇടിച്ച് തകർത്ത ശേഷം ലോറി പമ്പിലെ ഡിവൈഡറിൽ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ കാർ എതിർദിശയിലേക്ക് തിരിഞ്ഞുപോയി. സംഭവം കണ്ട പമ്പിലെ ജീവനക്കാർ ഓടിയെത്തി സുരക്ഷാ ഉപകരണമായ എക്സ്റ്റിങ്ക്വിഷർ ഉപയോഗിച്ച് അപകട സമയത്തുണ്ടായ തീപ്പൊരി അണച്ചത് വൻ അപകടം ഒഴിവാക്കി. ഇടിയുടെ ആഘാതത്തിൽ ലോറിയുടെ മുൻവശവും എഞ്ചിനും പൂർണ്ണമായും തകർന്നു. എൻലൈറ്റ് മീഡിയ, വൈക്കം. റോഡ് മാറ്റി കെട്ടില്ല, ഇന്നത്തെ വണ്ടി മാറ്റാനാണ് പറ്റുന്നത്. അവിടെ